കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ കൂടാരത്തിൽ നീ വരണമെങ്കിലോ നിൻ കൃപാരശ്മിയാലേ പൊൻവെളിച്ചം നൽകണേ. രാജനീശോ നിൻ മുന്നിൽ വന്നിതാ ഞാൻ, കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളെയും അയാൾ താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അഭിഷേകത്തിന്റെ സാക്ഷികളാക്കി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവാനുഭവങ്ങൾ നൽകി ധന്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ദേവനാവേ നന്ദി. ദേവനാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ.
ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ, ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ, ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, സ്നേഹത്തോടെ ഹൃദയത്തിന് കാത്തുകൾ ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ, ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ, ആരാധന മാലാഖമാരും ഭാഷാവരത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന, ദൈവപിതാവേ മഹത്വം. ഹല്ലേലൂയ, ശ്രീ നന്ദി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആൽബത്തോടെ ആവരണത്തോടെ അവരവർക്ക് ആത്മാവ് വെളിപ്പെടുത്തുന്ന പോലെ പ്രാർത്ഥിക്കട്ടെ. അവരവർക്ക് ആത്മാവ് വെളിപ്പെടുത്തുന്ന പോലെ പ്രാർത്ഥിക്കട്ടെ.
ഒരു കണ്ണ് തുറന്ന് വരുന്നത് പോലെയുള്ള ഒരു സന്ദേശമാണ്. നമുക്ക് കണ്ണിന് കാഴ്ച കിട്ടുന്നതിനേക്കാൾ ഉപരി ദൈവം നിന്റെ വിഷയത്തിൻ്റെ മേലെ നിന്റെ മുഖത്ത് നോക്കി നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരാൻ പോകുന്ന വലിയ ധ്യാന മുഹൂർത്തങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കൈ അടിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നമുക്ക് ഉപ്പുകുറ്റി ഇങ്ങനെ പൊങ്ങി നിൽക്കത്തില്ലയോ? ഉപ്പുകുറ്റി ഇങ്ങനെ പൊങ്ങി നിൽക്കണ പോലെ ഒരു മാംസവും ഘനമുള്ള മാംസം, എല്ലുപോലെ ദൃഢമായൊരു മാംസം ഒന്തി നിൽക്കുന്ന ശരീരം. അത് ചിലപ്പോൾ മുഖമാകാം, ചിലപ്പോൾ ശരീരത്തിന് വേറെ ഏതെങ്കിലും ഭാഗങ്ങളാകാം. ഘനമുള്ളൊരു മാംസം, എല്ലുപോലെ കഠിനമായ ഭാഗം ശരീരത്തിൽ ഉന്തി നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വെറുതെ തമാശന് ഹസ്തരേഖകൾ കാണിച്ച് ആരെങ്കിലും കണ്ടാൽ മതി. ഇങ്ങനെ കൈയൊക്കെ നോക്കുന്ന ആരെങ്കിലും കണ്ടാൽ ഉടനെ കൈ കാണിച്ചു കൊടുക്കും. 5 രൂപയും 10 രൂപയും 50 രൂപയൊക്കെ ഇട്ട് കൈ കാണിച്ചു കൊടുക്കും. അപ്പോൾ നിന്റെ ഭാവി അവരുടെ കയ്യിലുണ്ട് എന്ന് നീ ചിന്തിച്ചാൽ നീ അവനെ ദൈവമായിട്ട് കാണുകയാണ്. അപ്പോൾ നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്നുള്ള ഒന്നാമത്തെ കൽപ്പനകൾക്ക് എതിരാണ് ഇതുപോലെയുള്ള എല്ലാ ഭാവി പ്രവചനങ്ങളും അതുപോലെ തന്നെ വാരഫലങ്ങളും. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ആ വിഷയത്തോടെ എന്നേക്കുമായിട്ട് ദൈവത്തെ സ്വീകരിക്കാൻ വേണ്ടി വിട്ടുപേക്ഷിക്കാൻ പറയുന്നു. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. കടലിൻ്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങളുടെ മേൽ അത് ചത്ത് മലക്കുന്ന പോലെ ഒരു മെസ്സേജ് ഉണ്ട്. അതായത് അടിത്തട്ട് പോലും കേടാകുന്ന രീതിയിൽ, അടിത്തട്ടിന് പോലും ബലക്ഷയം സംഭവിക്കുന്ന രീതിയിൽ കടലിലെ ആന്തരികമായ ചലനങ്ങളുണ്ടാകുന്നു. അത് ഒരുപക്ഷെ ബാഹ്യമായ വെള്ളത്തിൻ്റെ ആദേശത്തിനൊക്കെ കാരണമാകാം. ഇപ്പം കടലിനെ സമർപ്പിച്ചുകൊണ്ട്, കടലിന് അടിത്തട്ടിനെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. വലിയ സംരക്ഷണം ആരാധനയുടെ യോഗ്യതയാലും പ്രാർത്ഥനയിലെ അടിനോ മൂക്കില് പ്രത്യേകിച്ച് വലത് ദ്വാരത്തിന് ശ്വാസം എടുക്കാൻ വലിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ല. ശ്വാസം എടുക്കാൻ നോക്കുമ്പോൾ വാ തുറന്നു പോകുന്ന അവസ്ഥ. ഇപ്പം മൂക്കുമായി ബന്ധപ്പെട്ടുള്ള, ശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ശ്വാസ തടസ്സമുള്ളവരെയും, ശ്വാസം എടുക്കാൻ പറ്റാത്തവരെയും, ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റാത്തവരെയും, അതിൻ്റെ പേര് വായു തുറന്നു വരുന്നവരെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. ഒരു
കുഞ്ഞിക്കൈയാണ്. ആ കുഞ്ഞിക്കൈയുടെ വലതുവശത്ത് ഞാഡീ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകളുണ്ട്. കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്ദേശത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യമാ സ്നേഹമേ, സ്വരത്തിലെ ഒരുമിച്ച് സ്വരത്തിലെ തിരുവത്താഴ ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധനയുടെ ആരംഭത്തിൽ തന്നെ ഞങ്ങളുടെ ഇടയിൽ നീ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അടയാളങ്ങളിലൂടെയും രോഗസൗഖ്യങ്ങളിലൂടെയും ഞങ്ങൾക്ക് സന്ദേശം നൽകി നന്ദി പറയുന്നു. ഇനിയും ഇനിയും വചനത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകും. കൈ അടിച്ചുകൊണ്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തി. ഹബക്കൂക്ക് 1:5 പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് കൂടി നാളെ ഇതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയിട്ട് മറച്ചു പോയിട്ടുള്ള മക്കളെ ഈ അൾത്താരെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി വെക്കണമേ. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ദൈവസ്നേഹത്തോടുകൂടി സന്നിധിയിൽ നമുക്കായിരിക്കാം. 1000 മക്കള് നാളിതുവരെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ അൾത്താരയില് വലിയ ദൈവസ്നേഹത്തോടെ ഞങ്ങളെയും സാക്ഷികളാക്കി ഉയർത്തമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസന മാതാവിനെ കുറിച്ചുള്ള ദൈവികമായ കാഴ്ചപ്പാടുകൾ ഒരു പ്രാദേശികമായ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ നെഞ്ചിൽ മാതാവിൻ്റെ നെഞ്ചിൽ അന്ന് കാണിച്ച സമയഘടികാരമാണ്. ഭൂമിയിലെ സമയം ഒരു ജീവിത വിഷയമായി നിൽക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും അമ്മയുടെ മാധ്യസ്ഥ ദൈവിക തീരുമാനം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എത്രയും വേഗം നടപ്പിൽ വരുവാൻ വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ആവേ മരിയ, ആവേ, ആവേ, ആവേ മരിയ, ആവേ, ആവേ, ആവേ മരിയ, ആവേ, ആവേ, ആവേ മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടി കവനൻ്റ് കോൺഫിഡൻസ് ഉണ്ടാകുന്ന എൻ്റെ അപേക്ഷ. കവനൻ്റ് എടുക്കുന്നവർ ആരാണ് കവനൻ്റ് ഹാർവസ്റ്റിംഗ് നടത്തുന്നത്? കവനൻ്റിൽ കോൺഫിഡൻസ് ഉള്ളവരാണ്. ചിലർക്ക് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസം. നമ്മുടെ കവനൻ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. പലരുടെയും ഒരു വിഷയം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ചിലർക്ക് അത്ര കണ്ട ആത്മവിശ്വാസം ഇല്ല. അതുകൊണ്ടാണ് അവരുടെ കവനൻ്റെ ഉടമ്പടി പമ്മി നിൽക്കുന്നതിൻ്റെ കാരണം. ചിലർക്ക് വെടിക്കെട്ട് ആത്മവിശ്വാസമാണ്. ചില പറയും അമ്മയുടെ മുമ്പിലൊന്ന് ചെന്ന് നിന്നാൽ മതിയെന്ന് പറയും. അവരുടെ അനുഭവം അവരുടെ വിശ്വാസത്തിന് ആനുപാതികമായിരിക്കും. ചിലർ പറയും പോയി നോക്കാം, എടുത്ത് നോക്കാം, എങ്ങനെ ഇരിക്കുന്നു വരട്ടെ. നമ്മുടെ ഈ പ്രശ്നമെന്നൊക്കെ പറയുന്നത് എന്തൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും? ദൈവത്തിൽ പോലും അവർക്ക് ദൈവത്തിനെ കൊണ്ട് പറ്റുമോ എന്നാണ് അവർക്ക്. ഈ പണ്ടത്തെ അവരുടെ വിശ്വാസപ്രകാരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്, വലിയ കാര്യങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ചെയ്യണത്. എന്താണ് പ്രശ്നം? ആൾക്കാരുടെ ഒരു അപ്രോച്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, യുവർ കൺസെപ്റ്റ് അബൌട്ട് ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് കണ്ടൻറ്റ്, ഇതെല്ലാം ലിറ്റിൽ ഗോഡാണ്. ചെറിയ ദൈവങ്ങൾ വല്ല പനി മാറ്റുക, ജലദോഷം മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ എൻ്റെ 7 കോടി കടവാണ്, ദൈവത്തിന് പോലും ഇത് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാർ ചെയ്യുക ദൈവത്തിന് പോലും നടക്കില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ അവരുടെ ദൈവം അത് ഒരു ബ്ലാസ്ഫെമിയാണ്. അങ്ങനെ ദൈവത്തിന് പോലും പറ്റുമെന്ന് ചിന്തിക്കണ പോലും ബ്ലാസ്ഫെമിയാണ്. എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, ദൈവശാപം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ല, ആദ്യമേ ഓർക്കേണ്ട ഇതാണ്. ഇപ്പോഴത്തെ നാം പാടിയ പാട്ട് എന്താണ്? ഹബക്കൂക്ക് 5:6-1:5 എന്താണ്? പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. എന്നുവെച്ചാൽ നിൻ്റെ ചിന്തയ്ക്ക്, ബുദ്ധിക്ക്, ആലോചനയ്ക്ക്, അറിവിന്, അനുഭവത്തിനപ്പുറത്ത് ഉള്ള പ്രവൃത്തികളാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. മുട്ടേക്ക് മക്കളെ, മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദമാണ്. ഈശോ നമ്മളോട് പറഞ്ഞത് ദാവീദിന്റെ പ്രാർത്ഥന പോലെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് തിരികെ എടുക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന.